ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, മത്തായിയുടെ സുവിശേഷം 7:21 കർത്താവേ കർത്താവേ വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അപ്പോൾ ഈശോ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിച്ചു. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം എന്താണ്? അത് മത്തായിയുടെ സുവിശേഷം 26:39 പറയുന്നു. ഈശോ കമിഴ്ന്ന് വീണ് പ്രാർത്ഥിച്ചു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റി തരണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അപ്പോൾ പിതാവിൻ്റെ ഇഷ്ടമായിരുന്നു ഈശോ കുരിശിൽ ചുമക്കണമെന്നും പീഡ സഹിക്കണമെന്നും അതിനുശേഷം 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കണമെന്നും ആ ദൈവത്തിൻ്റെ ഹിതം ഈശോ നിറവേറ്റിയപ്പോൾ ഈശോ സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ചു. ഇതുപോലെ ഈശോ നമ്മളോട് പറയുന്നതാണ് മർക്കോസിൻ്റെ സുവിശേഷം 6:34 ജനക്കൂട്ടത്തെയും ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് ഈശോ പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ കുരിശെടുത്തുകൊണ്ട് സ്വയം പരിത്യജിച്ച് തന്നെ ഇല്ലാതായിക്കൊണ്ട് ഞാനില്ലാതായി മാറിക്കൊണ്ട് ഗോതമ്പുണികത്ത് വിടാഴുന്ന പോലെ ഇല്ലാതായി കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെന്നാണ്. അപ്പോൾ കുരിശെടുത്തുകൊണ്ട് ഒരു ജീവിതത്തെക്കുറിച്ചാണ് ഈശോ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് പറയുന്നത്. നമുക്കറിയാം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1:29 പറയുന്നുണ്ട്, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനോടുകൂടി സഹിക്കാനും കൂടെയുള്ള വരം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അതായത് യേശുവിൽ വിശ്വസിക്കുക എന്ന് മാത്രമല്ല, ഈശോയുടെ കുരിശെടുക്കാനുള്ള ഒരു വരം കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു വരമായിട്ടാണ് കുരിശെടുക്കാനുള്ള കൃപ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പം കുരിശില്ലാതെ ഉത്ഥാനമില്ല, ദുഃഖ വെള്ളിയാഴ്ചയില്ലാതെ ഉയർപ്പ് ഞായറില്ല. അതുകൊണ്ടാണ് 2 തിമോത്തി 3:12 പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. അപ്പോൾ ഈ പീഡനത്തിലൂടെ കടന്നു പോയതിന് ശേഷമാണ് ഉയർപ്പിലേക്ക് വരുന്നത്. അതായത് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുക എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു നടന്ന അതേ വഴിയിലൂടെ നമ്മൾ നടന്ന് കുരിശെടുത്ത്, കുരിശെന്ന് പറയുമ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ, കടബാധ്യതകൾ, രോഗങ്ങൾ, തിക്താനുഭവങ്ങൾ, അപവാദങ്ങൾ ഇതെല്ലാം കർത്താവിൻ്റെ നാമത്തെ പ്രതി സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതാണ് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുക എന്ന് പറയുന്നത്. ഈശോ നടന്ന അതേ വഴി, കുരിശെടുത്തുകൊണ്ട് പോകുന്ന വഴിയിലൂടെ നടന്ന് എന്നെ അനുഗമിക്കുമ്പോഴാണ് എൻ്റെ ശിഷ്യനായി മാറുക. പ്രിയമുള്ളവരെ, ഈ കുരിശില്ലാത്ത ജീവിതം ക്രിസ്ത്യാനിയുടെ ജീവിതമല്ല. കുരിശ് നമുക്കറിയാം, പല വിധത്തിലുള്ള കുരിശുണ്ട്. കള്ളൻ്റെ കുരിശുണ്ട്, നല്ല കള്ളൻ്റെ കുരിശുണ്ട്, ഈശോയുടെ കുരിശുണ്ട്. ഈശോ കുരിശ് സന്തോഷത്തോടെ സ്വീകരിച്ചു. പിതാവേ ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ പാപഭാരമെല്ലാം ഏറ്റെടുത്ത് ഈശോ പരിഹാരം ചെയ്തു. അങ്ങനെ കുരിശ് ഈശോ രക്ഷയുടെ അടയാളമാക്കി മാറ്റി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങളെല്ലാം കൃപയാക്കി മാറ്റാൻ, അതായത് യോഹന്നാന്റെ സുവിശേഷം 1:16 അവൻ്റെ പൂർണ്ണതയിൽ നിന്നും നാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നമുക്ക് രോഗമുണ്ട്, രോഗം വേണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് അതിൻ്റെ സൗഖ്യത്തിലോട്ട് വരാം, ധ്യാനത്തിന് കൂടി പ്രാർത്ഥിച്ച്. എന്നാൽ രോഗം മാറാതെ ഈ രോഗത്തെ ഓർത്ത് സ്തുതിച്ച് നന്ദി പറഞ്ഞ് ആ രോഗത്തിലൂടെയുള്ള വേദനകൾ അനേക ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ച് അത് കൃപയാക്കി മാറ്റാം. അതാണ് കൃപയ്ക്ക് മേൽ കൃപ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കൃപയ്ക്ക് മേൽ കൃപയുടെ ഒരു ജീവിതം കുരിശെടുത്തുകൊണ്ട്, അനുദിന ജീവിതത്തിൽ കുരിശെടുത്തുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കാനും നമ്മുടെയും നമ്മുടെ പൂർവികരുടെയും പാവത്തിന് പരിഹാരമായി അനേകരുടെ ആത്മാക്കളുടെ രക്ഷയ്ക്കായി അനുദിന ജീവിതത്തിലെ കുരിശുകൾ എടുത്തുകൊണ്ട് ഈശോ അനുഗമിക്കാനുള്ള കൃപ ഓരോരുത്തർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈശോയെ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഇന്നുണ്ടാകുന്ന കുരിശുകളെല്ലാം അനേക ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെച്ച് അനേക ആത്മാക്കൾ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടുവാൻ, കൃപയ്ക്കുമേൽ കൃപയുടെ ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ നീലങ്കീടെ ഞങ്ങളെ ഓരോരുത്തരെയും പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. സകല വിശുദ്ധരെയും മാലാഖമാരെ, സ്വർഗീയ വൃന്ദങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.